ഇന്നത്തെ മാച്ചിലെ CSK ഫാൻസിന് ശരിക്ക് ഏറ്റവും ടെൻഷൻ അടിപ്പിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് 150+ സ്കോറിൽ ചേസ് ചെയ്തിട്ട് 15 മാച്ചിൽ 14 എണ്ണത്തിലും തോറ്റു, ഒരു മാച്ചിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ശരിക്കും അവരുടെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇതായിരിക്കും. കാരണം ഒന്നാമത് 203 റൺസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ 204 ചേസ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ആ ഒരു സ്കോറിന്റെ അകത്ത് എന്തായാലും നമ്മൾ ഈ സീസണിലടക്കം കണ്ടാണ് CSK എങ്ങനെയാണ് ഒരു ചേസിങ് മാച്ചിൽ, അതും 160 150 ഒക്കെ പിന്നെയും ചേസ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റേഞ്ചിലോട്ട് എങ്ങനെയാണ് കളിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് അവിടെ കാണിച്ച സമയത്തെ ഭയങ്കര ടെൻഷൻ തരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. ആ ഒരു റെക്കോർഡ് അങ്ങനെ ഇരിക്കെ തന്നെ 203 എന്നുള്ളൊരു സ്കോർ ചേസ് ചെയ്തിട്ട് അങ്ങനെ ജയിച്ചിരിക്കുകയാണ് CSK. അതും 4 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന്റെ ഗംഭീര വിജയം തന്നെ പറയാം. കാരണം കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഇന്നത്തെ. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, CSKയുടെ അടുത്തോട്ട് പോവാം, LSCയുടെ അടുത്തോട്ട് പോവാം, അങ്ങനെയായിരുന്നു കളി ഉണ്ടായിരുന്നത്. 4 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന് അവർ കളി ജയിക്കുകയാണ്. അതും മൂന്നാമത്തെ മാച്ചാണ് ഇപ്പോൾ അടുപ്പിച്ച് ജയിക്കുന്നത്. അപ്പൊ ഒരു വിന്നിംഗ് മൊമെന്റത്തിലോട്ട് കയറിയിരിക്കാൻ പോയിന്റ് ടേബിൾസിലാണെങ്കിലും 5ാമത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു CSK ഫാൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ എന്നാലും ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ മാച്ചിൽ കാണാനുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു തുടക്കമാണ് CSK കിട്ടിയത്. 204 എന്നുള്ള ചേസിന്റെ അകത്ത് പ്രത്യേകിച്ച് സഞ്ജു സാംസണും ഗായ്ക്കോടും തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സഞ്ജു സാംസന്റെ ഇന്നിങ്സ് കുറച്ചധികം അങ്ങോട്ട് പോയില്ല. ശരിക്കും ആ ഒരു മൊമെന്റത്തിലോട്ട് വന്ന് 6 ഒക്കെ അടിച്ച് വന്ന സമയത്ത് ആ ഒരു ബൗൺസ് ഇച്ചിരി ഒന്ന് താണു പോയതാണ്. ശരിക്കും ആ അടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എഗെയിൻ ഒരു 6 പോയേനെ. പക്ഷെ അത് മിസ്സായപ്പോൾ നേരെ ബൗൾഡ് ആവുകയാണ് ചെയ്തത്. ആള് 14 ബോളിൽ 28 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 4ഉം 2 6ഉം അടിച്ചു. 200 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഗംഭീര തുടക്കം തന്നെയാണ്. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി മുന്നേ കളി ജയിച്ചേനെന്ന് തോന്നി. കാരണം അറിയാലോ, നമ്മൾ ഇതിന് മുന്നിലുള്ള മാച്ചസ് ഒക്കെ കണ്ടതാണ് എങ്ങനെയാണ് കളി ജയിപ്പിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഋതുരാജ് ഗായ്ക്കോഡ് ആ ഒരു ആങ്കർ ഇന്നിങ്സ് കറക്റ്റ് ആയിട്ട്, അതായത് സഞ്ജു ഉള്ള സമയത്ത് നല്ല രീതിയിൽ അടിച്ചു തന്നെയാണ് കളിച്ചത്. പക്ഷെ അതിനുശേഷം നമ്മളെ കൊടുങ്കാറ്റ്, ഇന്നത്തെ മാച്ചിലെ കൊടുങ്കാറ്റായിട്ടുള്ള ഉർവിൽ പട്ടേൽ വന്നതിന് ശേഷം ഗായ്ക്കോഡ് അവിടെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. കാരണം വിക്കറ്റ് ഈ ഭാഗത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു പെർഫെക്റ്റ് പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു. പക്ഷെ ഉർവിൽ പട്ടേൽ ഏത് ബൗളറോ ആര് വന്നാലും എല്ലാവരെയും അടിച്ച് അപ്പുറത്തിടുക, ആ ഒരു പാർക്കിന് അപ്പുറത്തിടുക എന്നുള്ള രീതിയിലുള്ളൊരു അടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. എവിടെ കിട്ടിയാലും 6, അങ്ങനെയുള്ള ഒരു അടിയായിരുന്നു കേട്ടോ. 13 ബോളിലാണ് ആള് 50 കടന്നത്. ടോട്ടൽ ആള് ഔട്ടാവുന്ന സമയത്ത് 23 ബോളിൽ 68 പക്ഷെ 13 ബോളിൽ ആ ഒരു 50 കടന്ന സമയത്തെ ശരിക്കും അഗെയിൻ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 50 ആണ് ഇന്ന് IPL പിറന്നത്. ആ ഒരു അടിയില്ലേ കണ്ടിന്യൂസ് അങ്ങോട്ട് പോയിരുന്നെങ്കിലേ കളി ഇത്ര സമയം ഒന്നും എടുക്കില്ലായിരുന്നു എന്ന് തോന്നി. ചിലപ്പോൾ ഒരു 16-17 ഓവറിലൊക്കെ കളി ജയിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായിരുന്നു. ഏകദേശം LSGയുടെ കയ്യിൽ നിന്ന് കളി പോയി എന്ന് തന്നെ കംപ്ലീറ്റ്ലി പറയാം ആ ഒരു സമയത്ത്. പക്ഷെ ആ ഒരു 50 ഒക്കെ കഴിഞ്ഞൊരു 60 ആയി കഴിഞ്ഞപ്പോഴേ ആളൊന്ന് ടയർഡ് ആയിരുന്നു കേട്ടോ. പിന്നീട് അടിയൊന്നും കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതായത് അടിക്കുന്ന അടിയെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അടിക്കുന്ന ആ പവർ അങ്ങോട്ട് വരുന്നില്ല. ആളൊന്ന് ഇച്ചിരി ഒന്ന് ടയർഡൊക്കെ ആയിട്ട് ഫീൽ ചെയ്ത് കണ്ടു. അതിനുശേഷം പിന്നെ അധികം നേരം നിന്നില്ല, വേഗം തന്നെ ഔട്ടായി. 2 4ഉം 8 6ഉം 282 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 8 6 ആ ഒരു ചെറിയ സമയം കൊണ്ട് 8 6 ആണ് ആളടിച്ചിട്ടുണ്ടായിരുന്നത്. ഗായ്ക്കോഡ് അഗെയിൻ നല്ലൊരു ക്യാപ്റ്റന്റെ മെച്ചോർഡ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 28 ബോളിൽ 42 റൺസാണ് എടുത്തത്. 3 4ഉം 2 6ഉം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ നമ്മളെ കാർത്തിക് ശർമ്മയും ബ്രീവിസും, അവർ രണ്ടുപേരുടെയും ബാറ്റിംഗ് എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല കേട്ടോ. കാരണം ഓൾറെഡി നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സ്കോറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറന്റ് റൺ റേറ്റും റിക്വയർഡ് റൺ റേറ്റ് ഒക്കെ കറക്റ്റ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇനി സിംഗിൾസ് ഒക്കെ കുറച്ച് അധികം അടിച്ച് അതിന്റെ കൂടെ ഇടയ്ക്കൊരു 4ഉം 6 ഒക്കെ ഒന്നടിച്ച് പോയിരുന്നെങ്കിൽ ആ ഒരു മാച്ച് നല്ല രസത്തിൽ പോയേനെ. പക്ഷെ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ റൺസ് ഒന്നും പോവാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ കളി ഒന്ന് അവിടെ നിന്നാണ് കൈവിട്ട് പോയത്. ശരിക്കും ആ മാച്ച് കാണുന്ന സമയത്ത് ഏകദേശം CSK ജയിക്കണം എന്നുള്ളൊരു ഫീൽ കിട്ടിയായിരുന്നു ആദ്യത്തെ ഉർവിൽ പട്ടേലിലേക്ക് അടി കണ്ടപ്പോഴേ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പോയപ്പോൾ തോന്നി ഇവരൊന്ന് വേഗം ഔട്ടായി അടുത്ത ബാറ്റ്സ്മാൻ വന്നാൽ മതിയായിരുന്നു. കാരണം അവർ ചിലപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കളിച്ചേനെ എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു മാച്ച് കാണുന്ന സമയത്ത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് സമയത്തൊക്കെ നമുക്കറിയാം ശിവൻ ദൂബെയുടെ ആ ഒരു നോക്കൊക്കെ എന്താന്നുള്ളത്. അതുപോലെ തന്നെ കളിച്ച കളിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് നമ്മുടെ പ്രശാന്ത് വീറും. അപ്പോൾ പ്രശാന്ത് വീരായിരുന്നു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയത്. 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു അവസാനത്തോട്ട് ഉണ്ടായിരുന്നത്. പ്രശാന്ത് വീർ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിൽ കളിച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു 2 6 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രൈക്ക് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ 2 6 പോയപ്പോഴാണ് LSG എടുക്കുന്ന കളി ഒന്ന് CSKയിലോട്ട് വന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ പോയേനെന്ന് തോന്നി. അവസാനത്തെ ഓവറിലോട്ട് ഭയങ്കരമായിട്ടൊരു ബേർഡൻ ഫീൽ ചെയ്തതിനും തോന്നി. അങ്ങനെ ആവാണ്ട് ശരിക്കും മാറ്റിയത് പ്രശാന്ത് വീരാണ്. ശിവൻ ദുബെ അടിക്കുന്ന അടിയൊന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വെച്ചത് ഇത് ആ ശിവൻ ദുബെ തന്നെയാണോ? അടുത്തായിട്ട് നമ്മൾ കുറച്ച് നെഗറ്റീവ് കാണുന്നുണ്ട് ആളുടെ ഫീൽഡിംഗ് സമയത്ത് കുറെ ക്യാച്ചൊക്കെ മിസ് ചെയ്യുന്നത്. പക്ഷെ ബാറ്റിംഗിലും ആള് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു തോന്നൽ തോന്നിപ്പിച്ച് അവസാനത്തെ ഓവർ തുടങ്ങിയിട്ട് ആദ്യത്തെ 2 ബോളിൽ തന്നെ 2 6 അടിച്ച് കളി അങ്ങോട്ട് ജയിപ്പിച്ചു. അവിടെ പൊളിച്ചോട്ടോ. അതിനൊരു നല്ല തുടക്കം കൊടുത്തത് നമ്മളെ എയ്ഡൻ മാർക്കറം തന്നെയാണ്. കാരണം ലാസ്റ്റ് ഓവർ എറിഞ്ഞ ഫസ്റ്റത്തെ 2 ബോളും വൈഡായിരുന്നു. ആ വൈഡ് തന്നെ കുറച്ചൊന്ന് പ്രഷർ റിലീസായി. അതിനുശേഷം പിന്നെ 2 6 അടിച്ച് കളി അങ്ങോട്ട്, ആ 4 ബോൾ ബാക്കിയൊക്കെ കളി അങ്ങോട്ട്
തീർത്ത് കളഞ്ഞു, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഉറുവിൽ പട്ടേൽ ഗംഭീരമായിട്ട് അടിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ സമയത്തൊക്കെ നല്ല രീതിയിൽ എല്ലാ ബൗളേഴ്സിനും അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നീടുള്ളൊരു കമ്പാക്കിലാണ് അവർ ബൗളിംഗിൽ എക്കണോമിയിൽ പിടിച്ചത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബൗളിംഗ് ആണ് LSGയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. വിക്കറ്റ് കിട്ടിയവരിൽ നമ്മുടെ ദിഗ്വേഷ് റാട്ടി 4 ഓവറിൽ 45 റൺ കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസ് അഹമ്മദ് 3 ഓവറിൽ 30 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇമ്പാക്ട് ബോളർ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ആവേശ് ഖാൻ 4 ഓവറിൽ 44 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും LSG ആദ്യം ബാറ്റ് ചെയ്ത സമയത്ത് 203 എന്നല്ല കേട്ടോ, ഇതിനും മേലെ സ്കോർ പോകേണ്ട ഒരു മാച്ച് ആയിരുന്നു. പക്ഷേ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് ഇടപെടൽ CSKയുടെ ഭാഗത്ത് നമ്മളെ ജെമി ഓവർട്ടന്റെ ബൗളിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് ശരിക്കും കളി ഒന്ന് മാറ്റിമറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അടിച്ച് കളിക്കുകയായിരുന്നു ജോഷ് ഇംഗ്ലീഷ്, എന്തൊരു അടിയായിരുന്നു പറയാം. അതായത് ഏകദേശം CSKയുടെ ഭാഗത്ത് ഉർവിൽ പട്ടേൽ അടിച്ച അതേ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റിലായിരുന്നു ശരിക്കും ഇപ്പുറത്തെ ഭാഗത്ത് ജോഷ് ഇംഗ്ലീഷും അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആളുടെ ആ ഒരു വിക്കറ്റ് പോയതിനു ശേഷമാണ് കളി ഡൗൺ ആയത്. പവർ പ്ലേയിൽ ഗംഭീര സ്കോർ ആയിരുന്നു അടിച്ചു കയറ്റിയത്. ആ ഒരു വിക്കറ്റ് എടുത്തത് വേറെ ആരുമല്ല, നമ്മളെ ജെമി ഓവർട്ടൺ ആണ്. അതിനൊരു കിടിലൻ ക്യാച്ചും നമ്മളെ സഞ്ജു സാംസൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ആ ഒരു വിക്കറ്റ് പോയത്. ആ വിക്കറ്റ് പോയതിലൂടെയാണ് ശരിക്കും ഇന്നത്തെ സ്കോർ LSG 203 എന്നുള്ള ഒരു സ്കോറിൽ നിന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ RCB ഒക്കെ അന്ന് കളിച്ച പോലെ 250 അല്ലെങ്കിൽ ഡൽഹിയൊക്കെ കളിച്ച പോലെ 260 റൺസിലൊക്കെ മേലെ പോയതിന് സ്കോർ. 33 ബോളിൽ 85 റൺസാണ് ആളെടുത്തത്. 10 4ഉം 6 6 ആണ് അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആർക്കും അത്ര നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എല്ലാവരും ആ ഒരു പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പിന്നീട് അവസാനത്തോട്ട് കുറച്ചു നേരം പിടിച്ചത് നമ്മളെ ഷഹബാസ് അഹമ്മദാണ്. 25 ബോളിൽ 43 റൺസ് എടുത്ത് 3 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ CSKയുടെ ബൗളിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂർ അഹമ്മദ് എന്നത്തെയും പോലെ തന്നെ അത്യാവശ്യം നല്ല എക്കണോമിൽ തന്നെയാണ് ബോൾ ചെയ്തത്. 4 ഓവറിൽ 24 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്റ്റാർ ബൗളർ എന്ന് പറയുന്നത് ജെമി ഓവർട്ടൺ ആണ്. 4 ഓവറിൽ 36 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 36 റൺസ് ഒന്നും പോവില്ലായിരുന്നു. 3 ഓവർ വരെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു ഡെത്ത് ഓവറിൽ എറിഞ്ഞൊരു ഓവറിലാണ് കുറച്ചധികം റൺസ് പോയത്. പക്ഷെ എന്നാലും ആൾ ആ ഒരു 3 വിക്കറ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു 3 വിക്കറ്റ് ആണ് ശരിക്കും എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു ജോഷ് ഇംഗ്ലീഷിന്റെ ആ ഒരു വിക്കറ്റ്. അതുപോലെ തന്നെ നമ്മുടെ അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 47 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ അതിനേക്കാളും എക്സ്പെൻസീവ് ആയിരുന്നു നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ബൗളർ അഖിൽ ഹുസൈൻ. ഇന്ന് കുറച്ചൊന്ന് അടി വാങ്ങി 4 ഓവറിൽ 49 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റണ്ണും കൂടി പോയിരുന്ന ചിലപ്പോൾ 50 അടിച്ചാൽ, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒരു നല്ല കമ്പാക്ക് തന്നെയാണ്. അതായത് ഓൾറെഡി കമ്പാക്കിലാണ്, ആ കമ്പാക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിലുള്ള ഇനിയുള്ള മാച്ചസും ജയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലേ ഓഫിൽ വരെ കയറാൻ സാധ്യതയുള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ആൻഡ് കുറെ കുറവുകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ ഒന്ന് നികത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരിക്കും CSK.